ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ടൂണകളാട്ടോ, യെല്ലോ-ഫിൻ ടൂണ. ഒരു 40 kg എബോ ഉള്ള ടൂണകൾ മാത്രമാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പല വീഡിയോയിലും ടൂണ കട്ട് ചെയ്യുന്നത്, മാർക്കറ്റിൽ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരത് പോയി കാണണേ. അതൊക്കെ 10-15 കിലോ ഉള്ള ഫിഷൊക്കെ വരെയാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇത്ര ലൈവായിട്ട് ഇത്രയും വലിയ ടൂണകൾ, ഒരാളുടെ വെയിറ്റ് ഉള്ളത് കേട്ടോ. 60-70 kg ഒക്കെ ഉള്ളതുണ്ട് ഇതിനുള്ളിൽ. എബോവ് 40 kg ഉള്ളത് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളെന്നാണ് പറഞ്ഞത്. വെയിറ്റ് ചെയ്യിക്കുന്ന ഭാഗമൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ പറ്റത്തില്ല. ടൂണനെ മാത്രം കാണിക്കാനുള്ള പെർമിഷൻ അവർ നമുക്ക് തന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കും കേട്ടോ. ഒരുപാടുണ്ട്. ഈ എല്ലാ ബോക്സിലും ടൂണകളാണ്. ഇവരിങ്ങനെ ലോങ് ഫിഷിങ്ങിന് പോയിട്ട് ടൂണകൾ സെയിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ വലിയ ടൂണകളൊക്കെ പിടിച്ച് അപ്പം തന്നെ ഐസ് ഉള്ള ബോക്സിലേക്ക് മാറ്റും. ടൂണ പെട്ടെന്ന് ഒത്തിരി മെറ്റബോളിക് റേറ്റ് ഉള്ള ഒരു ഫിഷാണ്. അപ്പോൾ അതിൻ്റെ ബാക്ടീരിയ ഒക്കെ വന്ന് അത് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ശരീരത്തിൽ ഹിസ്റ്റഡിൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥമുണ്ട്. അത് ടെമ്പറേച്ചറും ഓക്സിജനും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എൻസൈമോ ബാക്ടീരിയമായിട്ടോ ഒക്കെ പ്രവർത്തിച്ച് ഹിസ്റ്റമിനായി മാറും. ഈ ഹിസ്റ്റമിൻ ഒത്തിരിയുള്ള ഫിഷ് അലർജി ഉണ്ടാക്കാൻ കാരണമാവും. അപ്പോൾ ആ ടൂണയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിടിച്ച ഉടനെ തന്നെ ഇങ്ങനെ ഐസിലേക്ക് മാറ്റുന്നത്. നല്ല ഗുണനിലവാരമുള്ള ടൂണയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാ അമ്പോ, എന്തൊരു വലിയ മീൻ! ഇത് 60 കിലോയിൽ മേളിൽ വെയിറ്റ് ഉള്ളതാട്ടോ ഈ ബോക്സിലുള്ളത് മിക്ക ഫിഷും. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കുറച്ച് നേരം ഇത് നോക്കിയിരുന്നു കേട്ടോ, ഒരു 4-5 മിനിറ്റ്. ഒരു ബോക്സിൽ നിന്ന് ഒരു 10 ടൂണ അതിന് മേളിലോട്ടേ അവരിങ്ങനെ എടുക്കുന്നുള്ളൂ തോന്നുന്നു കേട്ടോ. അത് വെയിറ്റ് ഉള്ളത് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഞങ്ങളങ്ങനെ കണ്ടു തിന്നിട്ടോ. ബാക്കി ഫിഷുകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ. എൻ്റെ അത്രയും വെയിറ്റുള്ള ഫിഷേ കാണാൻ തന്നെ നല്ല രസം. ഓക്കെ, അതവർ നല്ല ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ഷൂ ഒക്കെ ഇട്ടിട്ടാണ് അത് എടുക്കുന്നത്. അപ്പം തന്നെ വെള്ളം ഒഴിച്ച് അത് ക്ലീൻ ചെയ്തും പോകുന്നുണ്ട്. ചെറിയ മീനുകൾ മാറ്റി വെക്കും കേട്ടോ. അത് ലോക്കൽ സെയിൽസിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു പോയി കേട്ടോ. ഇങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വെറുതെ പല ദ്വീപിൽ കൂടെ നമ്മൾ പോകുമ്പോൾ, അങ്ങനെ യാത്രക്കാരായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ടൈം ഇതിന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഫിഷ് എപ്പോഴാണ് വരുന്ന തരത്തിലല്ലോ ഫിഷിങ് കഴിഞ്ഞിട്ട്. ഇത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ എനിക്ക്. ഞങ്ങളങ്ങനെ 4-5 മിനിറ്റ് ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ മാലദ്വീപ്സിൽ ഇനി ഒരു മനോഹരമായ കാഴ്ചയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ ബായ്.